കഴിഞ്ഞ ദിവസം മടിക്കേരിയിൽ ട്രക്കിങ്ങിന് പോയ GS ശരണ്യ 4 ദിവസത്തിന് ശേഷം മടങ്ങിയെത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ശരണ്യ. ഇവിടെ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ശരണ്യക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ശരണ്യ ഇത്തരത്തിൽ മുൻകരുതലുകളൊന്നും എടുക്കാതെ, ഇപ്പം ട്രക്കിങ്ങിന് പോകുന്നവർ സ്വാഭാവികമായും അല്ലെങ്കിൽ കരുതേണ്ടിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ ടോർച്ച്, പവർ ബാങ്ക്, ഇത്തരത്തിലുള്ള വിസിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്തുകൊണ്ട് ശരണ്യ എടുത്തില്ല? ഇത്തരത്തിൽ മുൻകരുതൽ എടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വിമർശനം. മറ്റൊന്ന്, ശരണ്യ യാദർച്ഛികമായി വഴിതെറ്റിപ്പോയ ആളാണ്. ബോധപൂർവം ഞാനും കുടുങ്ങിക്കളയാം എന്ന് കരുതി 4 ദിവസം പോയി കുടുങ്ങിയതല്ല, അവർ സ്വാഭാവികമായി പോയതാണ്. അങ്ങനെ പോയി കുടുങ്ങിയ ഒരാളെ രക്ഷിക്കേണ്ടത് പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സ്റ്റേറ്റ് കൃത്യസമയത്ത് ഇടപെട്ട് തിരികെ കൊണ്ടുവന്നു. ഇതിലെവിടെയാണ് തെറ്റ്? അങ്ങനെ ശരണ്യയെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ 2 പ്രതികരണങ്ങളെയും ഏത് തരത്തിലാണ് കാണാൻ കഴിയുക? ഇപ്പം ഹാരിസ് ചോദിച്ചതുപോലെ ഇതിനെതിരെ അനുകൂലമായും പ്രതികൂലമായും കമൻറ്റുകൾ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സമാനമായ ഒരു വിഷയം 2022 നമ്മൾ കണ്ടതാണ്. കുറുമ്പാച്ചിമലയിൽ ബാബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതാണ്ട് 48 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം പോലും കുടിക്കാതെ ആ പാറയിടുക്കിൽ കുടുങ്ങിപ്പോയി. നമ്മുടെ സകല രക്ഷാ സംവിധാനങ്ങളും, സേനയും പോലീസും വനംവകുപ്പും NDRF-ഉം തുടങ്ങി നാട്ടുകാരും ദ്രുതകർമ്മ സേന, അങ്ങനെ എന്തൊക്കെ ഫോഴ്സ് നമുക്കുണ്ടോ, വായുസേന അടക്കം അതിനകത്ത് ആ ഒരു ഓപ്പറേഷനിൽ പങ്കാളികളായി വളരെ പണിപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. ആ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അന്നേരം ഹാരി പറഞ്ഞ ആ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതായത് ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന സ്റ്റേറ്റ് ആ റെസ്പോൺസിബിലിറ്റി ഭംഗിയായി നിർവഹിച്ചു. അതിനുശേഷമാണ് നമ്മൾ നോക്കുന്നത് ഈ ബാബു ആരാണ്, ബാബുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നോക്കുമ്പോഴാണ് ബാബു അവിടുത്തെ ഒരു വലിയൊരു സാമൂഹ്യ വിരുദ്ധനായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുക, അതുപോലെ തന്നെ മദ്യപിക്കുക, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ആയിരുന്നു എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഉള്ള ഒരാൾ പോലും ഒരു മലയിടുക്കിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടന്നുകൊട്ടെ, ഇയാളൊരു ആൻറ്റി സോഷ്യലായിട്ടുള്ള ഒരാളാണ് എന്ന് കരുതി അയാളെ രക്ഷിക്കാതിരിക്കുന്നത് എന്ത് ന്യായമാണ്? അവിടെ നമുക്ക് നിയമപരമായി ധാർമ്മികമായി ഒക്കെ ഉത്തരവാദിത്വം ഒരു പൗരൻ എന്ന നിലയിൽ അയാളെ രക്ഷിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുണ്ട്. ആ സ്റ്റേറ്റ് അത് ചെയ്തു. അയാൾ പുകവലിച്ചോട്ടെ, അയാൾ മദ്യപിച്ചോട്ടെ, അയാൾ എന്ത് ചെയ്തോട്ടെ, ഒരു അപകടത്തിൽ അയാൾ പെടുന്നു, അയാളെ രക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണുള്ളത്, ഇപ്പോൾ സംവിധാനങ്ങൾക്കുള്ളത്. ആ സിസ്റ്റം അവിടെ ഉടനെ പ്രവർത്തിക്കുകയും അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവിടെ എങ്ങനെയാണ് അയാളൊരു ക്രിമിനൽ ആയിക്കോട്ടെ, അയാൾ കൊലപാതക ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അയാൾ ആസ് ഒരു പേഴ്സൺ എന്ന നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അയാളെ രക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്, നമ്മുടെ ഈ സിസ്റ്റത്തിനാണ്. അതിനാണ് നമ്മുടെ സ്റ്റേറ്റുകളുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ അഭിപ്രായത്തിൽ അദ്ദേഹം മദ്യപാനി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, രക്ഷിക്കുക എന്നുള്ളത് ആന്റി സോഷ്യൽ എലമെന്റ് ആയിക്കോട്ടെ, രക്ഷിക്കുക എന്നൊരു കൃത്യം ചെയ്തു എന്ന് പറഞ്ഞു. ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി സമാനമായ രീതിയിൽ ബാബുമാർ ഇറങ്ങുകയാണ്. ഇതുപോലെ മദ്യപിച്ചോ മയക്കുമരുന്നോ ഉപയോഗിച്ച് ഇവർ വീണ്ടും ഇതുപോലെ ഏതെങ്കിലും മലയിൽ കയറുക, അതല്ലെങ്കിൽ ട്രക്കിങ്ങിനാണെന്ന് പറഞ്ഞ് കാട്ടിൽ കയറി പോവുക, ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിയുമ്പോൾ, ഇതുപോലുള്ള നിരവധി പേർ ഇതുപോലെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളും ഇതിൻ്റെ പുറകെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്നേരം അവിടെയാണ് പ്രശ്നം. ഇതാവാം, പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിനൊരു സാഹസികത എത്ര വരെ ആകാം എന്നൊരു സ്വയം നിയന്ത്രണം ഒന്ന് അവനവനുണ്ടാകണം. അതുപോലെ തന്നെ ഇതിനൊരു ഗൈഡ് ലൈൻ സർക്കാർ സംവിധാനത്തിലും ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായി ഞാൻ ആ പെൺകുട്ടിയുടെ ഒരു നിലപാടിനെ വിമർശിക്കുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഒരു പ്രവൃത്തികൾ നമ്മൾക്കൊന്ന് അപഗ്രഥിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എടുത്ത നടപടി, അവർ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ്. അവരൊരു 36 വയസ്സുള്ള വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പക്വതയുള്ള ഒരു യുവതിയാണ്. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ അവർ യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ, ഹാരി തന്നെ പറഞ്ഞു, അവർ പവർ ബാങ്ക് ഇല്ല, ഭക്ഷണമില്ല, കാര്യമായ വെള്ളമില്ല, സംവിധാനങ്ങളുമില്ല, ഒന്നുമില്ലാതെ പോയെന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക നിലയാണ് ആദ്യമേ പരിശോധിക്കേണ്ടത്. അന്നേരം ഇത്തരത്തിലുള്ള
ഈ സമനില തെറ്റിയ ആളുകൾ ഇതുപോലെ ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ ഇവിടെയുള്ള സകല സംവിധാനങ്ങളും നാട്ടുകാർ മൊത്തം ടെൻഷൻ അടിച്ച് മരിക്കാൻ തുടങ്ങുകയും സർക്കാർ കോടി കണക്കിന് ഇത്തരത്തിലുള്ള വട്ടളകിയവരുടെ പ്രവർത്തികൾക്ക് വേണ്ടി സർക്കാർ കോടികൾ മുടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നത്. അതെങ്ങനെ സുനിലിനായിരിക്കാൻ കഴിയും? സുനിൽ പറഞ്ഞൊരു കാര്യം, ബാബുമാർ ഉണ്ടായില്ലല്ലോ, ഉണ്ടായി. എങ്ങനെ എവിടെ ഉണ്ടായി? ഇപ്പോൾ ബാബുവിന്റെ ഇഷ്യൂല് ബാബുവിനെ അനുകരിച്ച എവിടെയാണ്, ആരാണ് വന്നത്? ഇപ്പോൾ ബാബുവിനെ, ഇപ്പൊ ഈ ശരണിയുടെ കേസ് തന്നെ അല്ല, ബാബുവിലേക്ക് വരൂ. ബാബു ഉണ്ടായിരുന്നു. അല്ല, ബാബുവിനെ ആരാണ് ബാബുവിനെ പോലെ രണ്ടാമത് ആരാണ് ഇത്തരത്തിൽ? ശരണ്യ, താങ്കൾ ഇപ്പോൾ ബാബുവിനെ അനുകരിച്ച് വന്നാൽ അത് ബാബു എന്ന് പറയുന്നത് ഒരു ജെൻഡർ ആണെങ്കിൽ അവർ മെയിൽ ആകാം, അവരെങ്ങനെ പറയുമോ? കാരണം അതായത് എങ്ങനെയും വൈറലാകുക, അതായത് എങ്ങനെയും വൈറലാകുക എന്നുള്ള ഒരു ട്രെൻഡിൽ, അതായത് എന്ത് കോപ്രായം കാണിച്ചാലും വൈറലാകുക എന്നൊരു ലക്ഷ്യത്തിൽ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം ഈ ശരണ്യയുടെയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയും വൈറലാകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഈ പെൺകുട്ടി ഒരു നമ്പർ ഇറക്കി. പക്ഷേ പാളിപ്പോയി. എങ്ങനെ അത് സുനിൽ തെളിയിക്കാൻ കഴിയും? എനിക്ക് വൈറലാകണം എന്ന് ബോധപൂർവ്വം ഞാൻ പോയിട്ട് 4 ദിവസം പട്ടിണി കിടക്കുക എന്നാരെങ്കിലും തീരുമാനിക്കുമോ? വളരെ കൃത്യമാണ്. കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കൃത്യമായും ഇതുപോലെ ഒരു ശ്രദ്ധിക്കപ്പെടാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈപ്പ് കിട്ടുവാൻ ചെയ്തതാണെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊരു ശക്തമായ അന്വേഷണം നടത്തണം. കാരണം 4 ദിവസം കൊടുങ്കാട്ടിൽ അകപ്പെട്ട് ഒറ്റയ്ക്ക് ഭക്ഷണമില്ല. അവർ തന്നെ പറയുന്നു എൻ്റെ കയ്യിൽ 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഉണ്ടെന്ന് പറയുന്നുള്ളൂ. അന്നേരം അത്തരത്തിലുള്ള ടഫസ്റ്റ് അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഭക്ഷണമില്ലാതിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ പറഞ്ഞിട്ടും അവർക്ക് യാതൊരു ക്ഷീണവും ഇല്ലാതെ അവർ വളരെ കൂളായിട്ട് ചില്ലായിട്ട് ഞാൻ സെറ്റാണ് എന്ന് പറഞ്ഞ് അവർ വളരെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ദുരൂഹതയുണ്ട്. അവിടെ ഞാൻ ഒരു കാര്യം ഇടപെട്ട് പറയണ, ശരണ്യ പറഞ്ഞത്, ഞാൻ വൈകുന്നേരത്തിന് മുൻപായി തന്നെ എനിക്ക് കൃത്യമായ സുരക്ഷിതമായ ഒരു താവളം ഞാൻ കണ്ടെത്തി പോകുമായിരുന്നു. ആ താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അവിടുന്ന് സഞ്ചരിക്കില്ല, അവിടെ തന്നെ നിൽക്കും. മാത്രമല്ല, ഡ്രോണുകളുടെ അടക്കം ശ്രദ്ധ കിട്ടുന്ന തരത്തിലുള്ള ഇടങ്ങളാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത് വിശ്രമിക്കാൻ. രണ്ടാമത്തെ കാര്യം, പലരുടെയും ഊർജ്ജനില, അവരുടെ ഒരു എനർജി നില, അവരുടെ ശാരീരിക ക്ഷമതയൊക്കെ വ്യത്യാസം ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ദിവസം പട്ടിണി കിടക്കുമ്പോൾ ഒരു പക്ഷേ അവശനാകും എന്ന് കരുതി ശരണ്യ അങ്ങനെ ആയിരിക്കില്ല. അവരുടെ ജനിതഘടനയും അവരുടെ ശരീരഘടനയും അത്തരത്തിലുള്ളതായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ട് 4 ദിവസം പട്ടിണി കിടന്നത് മനുഷ്യൻ മരിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ശരണ്യെ ആക്ഷേപിക്കുന്നതും വിമർശിക്കുന്നതും എത്രത്തോളം ശരിയാണ്? സപ്പോസ് ഇപ്പം ഈ ശരണ്യ എന്ന് പറയുന്നത് ആരുടെയോ ഭാഗ്യം കൊണ്ട്, ശരണ്യയുടെ ഭാഗ്യം കൊണ്ടോ അവരുടെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടോ നമ്മുടെ നാട്ടുകാരുടെ ഭാഗ്യം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും അവർ ഒരു പോറലും പോലും ഏൽക്കാതെ തിരികെ വന്നു. വളരെ നല്ല കാര്യം. വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ഇത്തരം ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കിടയിൽ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റുകയോ ഏതെങ്കിലും ഒരു വന്യമൃഗങ്ങളുടെ ഉപദ്രവമേൽക്കുകയോ അവരുടെ ജീവന് തന്നെ നഷ്ടം വരികയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആരെയായിരുന്നു ബ്ലെയിം ചെയ്യുന്നത്? സ്റ്റേറ്റിനെയല്ല കുറ്റപ്പെടുത്തുന്നത്. അന്നേരം അതാണ് പറയുന്നത്, ഇതുപോലെ ആളുകൾ അവരുടെ സമനില തെറ്റി ഓരോ പണികൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേറ്റിനെ എങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റും? ഓരോ വ്യക്തിക്കും അവന് സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കും തോറും തന്നെ അതെ, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ശരണ്യ പോയത് സ്വന്തമായി ജോലിയെടുത്ത് പണിയെടുത്തുണ്ടാക്കിയ പണം കൊണ്ടാണ്. അവര് പ്രായപൂർത്തിയായ ആളാണ്, അവർ പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരയാണ്. അവർക്ക് തീരുമാനമെടുക്കാൻ എനിക്ക് ഇന്നടുത്ത് പോകണമെന്ന് അവർ പോയി. അവിടെ സ്വാഭാവികമായി അവർക്ക് വഴിതെറ്റി, അവരവിടെ കുടുങ്ങിപ്പോയി. അവിടെ എവിടെയാണ് ഇപ്പൊ ഹാരി ഇപ്പൊ ആ പറഞ്ഞ നിലയ്ക്ക്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റൈഡിങ്, ഒരു യാത്ര പോകുന്നു, സേഫ് ആയിട്ടുള്ള എത്രയോ യാത്രകൾക്കുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ അവർ സേഫ് അല്ലല്ലോ, അവർ സേഫ് അല്ല. അവർ സേഫ് ആയിരുന്നുവെങ്കിൽ അവർ കൃത്യമായിട്ടും അവർക്ക് അതിനുള്ള ഒരു പക്വതയും അവർക്കൊരു പാകതയും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഒരു സെക്കൻഡ് അവർക്ക് ഇപ്രകാരം ഒരു പണി പാളിപ്പോയി എന്ന് കഴിയുമ്പോൾ ഒരു പല കാര്യങ്ങൾ, അതായത് വഴിതെറ്റിയെന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് ആ ഗ്രൂപ്പിനോടൊപ്പം ചേരാനായിട്ട് കഴിയണമായിരുന്നു. അതല്ല എങ്കിൽ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് സെൽഫായിട്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള സാങ്കല്പികമല്ല. അതല്ല, അന്നേരം അതാ പറഞ്ഞു, ഇവരുടെ അതായത് 36 വയസ്സുണ്ടെങ്കിലും യാതൊരു പക്വതയും ഇല്ലാത്ത, അതായത് കിളി പോയി ഇറങ്ങിയ ഒരു പെൺകുട്ടി അവസാനം ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കാറി കൂവി നിലവിളിച്ച് ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. എന്താണ് സുല്ല? കാരണം വെച്ചാൽ അവർ പിന്നെ ശരണ്യയുടെ 15 അംഗ സംഘത്തിനൊപ്പം സുരക്ഷിതമായിട്ടാണ് വരുമ്പോൾ അവരെല്ലാം പാലിച്ചാണ് അവർ വിട്ടിരിക്കുന്നത്.
യാദൃച്ഛികമായിട്ട് അവർക്ക് വഴിതെറ്റിപ്പോയി. അല്ല യാദൃശ്യം, അതായത് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതായത് ബാബുവിനെയും ശരണ്യയും തമ്മിൽ താരതമ്യം ചെയ്യാം. രണ്ടുപേരും യാദൃച്ഛികമായി പെട്ടുപോയതാണ്. അവർ ബോധപൂർവ്വം കുടുങ്ങിയതല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതാരും പർപ്പസ്ഫുള്ളി, ഹാരി പറയുന്നത് 100% ശരിയാണ്, ഇതാരും പർപ്പസ്ഫുള്ളി ചെയ്യുന്ന കാര്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഴുതുമ്പോൾ അതായത് അവനവനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം വിലയിരുത്തൽ ഉണ്ടാവണം. ഒന്ന്, ഒരു അഡ്വഞ്ചർ പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ്, കാരണം ഇത്തരത്തിലുള്ള ട്രക്കിങ്ങുകളും മൗണ്ടനിയറിംഗ് പരിപാടികളും എല്ലാം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള എക്സ്പീരിയൻസിലേക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത്തരം ആഗ്രഹം, ഒന്ന് നമ്മുടെ കപ്പാസിറ്റി വേറൊന്ന്. അന്നേരം ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തണം. എനിക്കിതുപോലൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വളരെ ഹൈലി ടെറൈനിലേക്ക് ഒരു മൗണ്ടനിയറിംഗ് അല്ലെ ഒരു വലിയ മലനിര താണ്ടാനുള്ള ഒരു ഫിസിക്കൽ എൻഡുറൻസ് എനിക്കുണ്ടോ. രണ്ട്, ഇപ്രകാരം ഒരു ട്രക്കിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അടിസ്ഥാനപരമായി ഞാൻ കൈക്കൊള്ളേണ്ട ചില ഘടകങ്ങൾ എന്താണ്, എൻ്റെ ഒരു കൈൻഡ് ഓഫ് എൻ്റെ ഒരു വസ്ത്രധാരണ രീതി, എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ കരുതുന്ന സംവിധാനങ്ങൾ ഇൻ കേസ് ഓഫ് എമർജൻസി. കാരണം എനി ടൈം, കാരണം ആക്സിഡൻസ് ആർ ആക്സിഡൻ്റൽ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇത്തരം ട്രക്കിങ്ങിന് പോകുമ്പോൾ എന്തും സംഭവിക്കാം. വഴിതെറ്റാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ക്യാമ്പസ്, മാപ്പും കോമ്പസും നമുക്ക് വഴിതെറ്റാതിരിക്കാൻ ഏറ്റവും പ്രാഥമികമായ ഒരു സാധനമാണ് നമ്മൾ ട്രക്കിങ്ങിന് മുകളിൽ കാണുന്ന സാധനം. അതുണ്ടോ, അത് നോക്കാൻ ഉള്ള അനുഭവ സമ്പത്ത് നമുക്ക് അറിയാവുന്നവർ, അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അത് പ്രാപ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്രകാരം സംഭവിച്ചാൽ ഒരു മിനിമം 2-3 ദിവസം നമുക്ക് സംഭവിച്ചാൽ ഭക്ഷണവും വെള്ളവും കരുതാനായിട്ട് നമ്മുടെ അന്നേരം ഇതെല്ലാം കരുതിക്കൊണ്ട് പോകുമ്പോൾ ഇത്രയും ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു പ്രൊഫഷണലായിട്ട് അവരതിനെ അപ്രോച്ച് ചെയ്യുന്നു. ഇതൊരു ഗട്ട് ഫീലിങ്ങിന്റെ പുറകിൽ പോയി ഞാൻ ആ പെൺകുട്ടിയുടെ പറച്ചിലെ താങ്കൾ കേട്ടോ, അവർ പറയുന്നത് എന്തോ സംഭവിച്ചേ, നൈസായിട്ടൊന്ന് വഴിതെറ്റി, അവരുടെ സ്വഭാവം അവരെ സംബന്ധിച്ചോളൂ. അന്നേരം ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെ സംബന്ധിച്ചപ്പോഴത്തേക്ക് അത് പറഞ്ഞേ അതാ പറഞ്ഞത്, അന്നേരം അവരുടെ മാനസികാവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു ക്രൈസിസിലെ പോലും നേരിട്ടുകൊണ്ടാണ് അതിനെ നമുക്ക് ഒരു ഹീറോയിസം, അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കരഞ്ഞും മെഴുകി പറയണമെന്നല്ല. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്നേരം പോലും അവർക്ക് അതിന്റെ സീരിയസ്നെസ് അവർക്ക് അറിയത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ആ പെൺകുട്ടിക്ക് അതിന്റെ മാനസികാവസ്ഥ പോലും, അതാണ് പറഞ്ഞത്, ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം അവർക്ക് അന്നേരം പോലും അതിന്റെ ഒരു സീരിയസ്നെസ് ഇല്ല. ആരുടെയോ ഭാഗ്യം കൊണ്ട് ആ അവിടുത്തെ കാനനവാസികളുടെ ഞാൻ ചോദിച്ചില്ല, ഒരാളുടെ പ്രതികരണം കേട്ടുകൊണ്ട് എങ്ങനെ അയാളെ മൊത്തത്തിൽ വിലയിരുത്താൻ പറ്റും? അയാളുടെ മാനസിക നില എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്ലിയർ കട്ട് ഞാൻ പറയാം. എങ്ങനെ ശരണ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി നടത്തിയ പ്രവർത്തനം തെറ്റാണ് എന്ന് നമ്മൾ അതിനെ വിലയിരുത്തുന്നത് എങ്ങനെ, ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ശേഷം പറയുക. ഇപ്പം നമ്മളതിനെ വിലയിരുത്തുന്നത്, ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവളൊരു ടെക്കിയാണ്, അവൾക്ക് സ്വന്തമായി ഏൺ ചെയ്യുന്നു, അവൾക്ക് സ്വന്തമായ കാര്യപ്രാപ്തിയുണ്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അന്നേരം അവൾ ഇതുപോലെ ഇവിടെ അന്നേരം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ശരണ്യ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ ഇപ്പോൾ നമ്മൾ പോലും ഇടുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, ശരണ്യയെ സംബന്ധിച്ചുള്ള ഒരു 3-4 ദിവസം ആളുകളെ സംബന്ധിച്ചോളം ടെൻഷൻ അടുപ്പിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലല്ല ഒരു സെക്കൻഡ്, ഒരു പെൺകുട്ടിക്ക് അയ്യോ അവർക്ക് എന്ത് സംഭവിച്ചു, ട്രക്കിങ്ങിനിടയിൽ അവർ കൂട്ടം തെറ്റിപ്പോയി, അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇത് 4 ദിവസം ആളുകൾ നക്ഷത്രമെണ്ണിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനുശേഷം അവളെ രക്ഷിച്ച്, അവൾ തന്നെ വന്നതല്ല, റെസ്ക്യൂ ചെയ്ത്, ഒരു സെക്കൻഡ്, റെസ്ക്യൂ ചെയ്ത് അവരെ തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതേസമയം ആ പെൺകുട്ടി 4-ാം ദിവസത്തോളം മെഡിക്കയായി അവൾ എങ്ങനെയോ തിരിച്ച് നാട്ടിലെത്തി പറയുവാണ്, ഇതാ ഞാൻ ആ പ്രതിസന്ധി തരണം ചെയ്ത് ഞാനിതാ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഇവർ തപ്പി പിടിച്ച് ഇവൾ നിലവിളിക്കുന്നു, അന്നേരം ഇവർ 4 കിലോമീറ്റർ അകലെ നിന്ന് കേൾക്കുന്നു, എവിടെയോ നിലവിളി കേൾക്കുന്നു, പ്ലേസ് ലൊക്കേറ്റ് ചെയ്ത് ആ ആദിവാസികൾ ആ റൂട്ട് അറിയാവുന്നതുകൊണ്ട് അവരവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി ഒരു മരത്തിൽ താങ്ങി പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അവളെ അവിടുന്ന് അവർ എടുത്തുകൊണ്ടുവന്ന് അവളെ സേഫ് ആക്കി കൊണ്ടുവരിക ചെയ്യുന്നത്. ഒരു സെക്കൻഡ്, ഇതാണ് പറയുന്നത് പറ്റാത്ത പണിക്ക് പോകരുതെന്ന്. അങ്ങനെ ഒന്നും ചെയ്യണ്ടേ? അല്ല, പറ്റാത്ത പണി ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയുള്ളവർ ചെയ്താൽ ഇത് സംഭവിക്കുന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ്. അതല്ലെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവൾ വന്ന് ആദ്യമേ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം, ഈ പെൺകുട്ടി
ആദ്യമേ തന്നെ പറഞ്ഞത് എനിക്കൊരു സോളോ ട്രക്കിങ്ങിന് പോകണമെന്നാണ്. എന്തുകൊണ്ട് പോയി കൂടാ? അത്തരം സോളോ ട്രക്കിങ്ങിനെ സംബന്ധിച്ചോളം അങ്ങനെ പെൺകുട്ടി ഞാൻ ഇതുപോലെ ഒരു ഐസ്ക്രീം പാർലറിൽ പോകുന്ന പോലെ പോകുന്ന ഒരു പണിയല്ല ട്രക്കിങ്ങിന് പോകുന്നതെന്നുള്ള ബേസിക് ബോധമെങ്കിലും അവർക്ക് വേണം. ഇവിടെ ഞാൻ ഇടപെട്ടൊരു കാര്യം പറയാം, ഞാൻ പറയാം. അല്ല, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, അതിനുശേഷം പറയാം. അന്നേരം വളരെ ആഹത്തോടെ താൻ ചെയ്യാൻ പോകുന്ന ആ ട്രക്കിങ്ങിന്റെ എന്താണ്, അതിന്റെ വ്യാപ്തി എന്താണെന്നൊരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു 36 വയസ്സുണ്ടെങ്കിലും ഒരു മാനസിക വളർച്ച എത്താത്ത ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു സെക്കൻഡ് അവളുടെ പ്രവൃത്തിയല്ലേ. അന്നേരം ബോധമുള്ള വനം വകുപ്പുകാർ പറഞ്ഞു, സോറി, സോളോ പറ്റത്തില്ല, നിങ്ങളൊരു ഗ്രൂപ്പിന്റെ കൂടെ വിടാമെന്ന് പറഞ്ഞ് ഒരു എക്സ്പീരിയൻസ് ഉള്ള 12 പേരെ കൂടെ പോയി. അന്നേരം ആ കൂടെ പോയപ്പോഴത്തേക്കും ഈ പെൺകുട്ടികളുടെ ഇവിടെ സമനില അല്ല, ഇവൾ വീണ്ടും അവിടെ ഹീറോയിസം കാണിക്കാൻ പോയി. 4 ദിവസം ഞാൻ ഇങ്ങനെ കിടക്കാം, അനുഭവിക്കാം എന്ന് പറഞ്ഞ ബോധം അല്ല, 12 പേർക്കും വഴിതെറ്റിയില്ലോ. സ്വാഭാവികമാണ്. ആ കൂടെ ഉണ്ടായിരുന്ന ആർക്കും വഴിതെറ്റിയില്ല. ഇവൾ എന്തെങ്കിലും കാരണവശാൽ ഒരു അമിത, അവൾ കുറ്റം പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ ചോരത്തിളപ്പ് കൊണ്ടോ അറിവില്ലായ്മകൾ കൊണ്ടോ പക്വത കൊണ്ടോ അവൾ എന്ത് ചെയ്തു, ഒരു ഓവർ സ്മാർട്ട്നെസ് കാണിക്കാൻ ശ്രമിച്ചു, അവസാനം പിടിവിട്ടുപോയി, കൈവിട്ടുപോയി. അങ്ങനെ എത്തിക്കഴിയുമ്പോഴും അവസാനം ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെക്കിംഗ് എന്താണെന്ന് വിഷ്വലൈസ് ചെയ്യാനോ അതിനെ പ്രിപ്പയർഡ് ആകാനോ ഒന്നും പോകാതെ വെറുതെ ഈ പറഞ്ഞ പോലെ രാവിലെ ലാപ്പും തൂക്കി ഓഫീസിൽ പോകുന്ന പോലെ ഇവിടെ ഇറങ്ങിപ്പോയി. അവസാനം പണി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കാറി കൂവി നാട്ടുകാരെല്ലാം കൂടെ രക്ഷപ്പെട്ടു. അവസാനം എന്ത് ചെയ്തത്, ഇലക്ഷൻ സമയമായതുകൊണ്ട് ഇവിടുത്തെ ഒന്ന് ഓർക്കണം, ഒരു പെൺകുട്ടി ഒരു വട്ടുതരം കാണിച്ചപ്പോഴത്തേക്കും സംസ്ഥാന മുഖ്യമന്ത്രി വന്ന് കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. KC വേണുഗോപാൽ വിളിച്ച് പറയുന്നു, സർക്കാർ അന്നേരം ഇതുപോലെ ഒരു 10 ശരണ്യന്മാർ ഇതുപോലെ വട്ടുപിടിച്ച അല്ലെ പറഞ്ഞില്ലേ സമനില തെറ്റിയ ഒരു 10 പെമ്പിള്ളാർ ഇതുപോലെ ഇറങ്ങി പണി കാണിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം സർക്കാരിന്റെ പറയാൻ പറ്റും. ഞാൻ പറയട്ടെ, ഒന്ന് ഓർക്കുക, അവസാനം ആ പെൺകുട്ടി സ്വമേധയാ അവൾ രക്ഷപ്പെട്ട് വന്ന് ലോകത്തോട് പറയുവാണ്, ഇതാ ഇന്നിന്ന പ്രതിസന്ധി വന്നു, ഞാൻ ഇതിനെ തരണം ചെയ്തു, ഞാൻ ഇതാ ഇറങ്ങി വന്നു, ഇത് ലോകമേ കാണുക എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഇത് അവിടെ വന്ന് അവിടെ ആയുസിന്റെ ബലം കൊണ്ടോ അവിടെ അപ്പന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ ആ പെൺകുട്ടി എഴുതി ആ ആദിവാസികൾ അവളെ രക്ഷപ്പെടുത്ത് ആദിവാസികളെ അല്ല, അതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അല്ല, സ്റ്റേറ്റിന് ഇതുപോലെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ആണ്. പക്ഷെ ഇതുപോലെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ, ബോധമില്ലാതെ, പക്വതയില്ലാതെ, യാതൊരു ചിന്തയും ഇല്ലാതെ വട്ട് കാണിക്കുന്നതിന്റെ പുറകെ പോകുക എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം പോയി അനുഭവിക്കുക എന്നുള്ള സ്റ്റാൻഡ് ആയിരിക്കണം എടുക്കേണ്ടത്. സുനിൽ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് അവിടെ സുനിൽ ഇടപെടാൻ സമ്മതിച്ചില്ല. ഞാൻ അത് പറയാമെന്നാ. എല്ലാ വർഷവും നമ്മുടെ ഇവിടെ അഗസ്യാർകൂടത്തിലേക്ക് തിരുവനന്തപുരത്ത് ഫെബ്രുവരി മാസത്തോടുകൂടി സർക്കാർ വനംവകുപ്പ് ട്രക്കിംഗ് നടത്തുന്നുണ്ട്. ഈ ട്രക്കിംഗ് നടത്തുന്നത് സുനിൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവിടെ വരുന്നവരെല്ലാവരും പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം, അല്ലേ? ആരും പരിശീലനം ഹാരി ഈ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ പോയിട്ടില്ല. ഈ അഗസ്ത്യാർകൂടത്തിലടക്കം ഞാൻ ട്രക്കിങ്ങിന് പോയിട്ടുണ്ട്. അന്നേരം അതെന്ന് പറഞ്ഞാൽ ആ എടുക്കുന്ന അതെ അല്ല അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് പറഞ്ഞാൽ സാധാരണ ലേമന് പോലും, അതായത് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ട് ട്രക്കിങ്ങിന് പോകാത്ത സാധാരണക്കാരന് പോകാൻ പറ്റാവുന്ന ഒരു ടെറൈനാണ്. അന്നേരം അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള അപകടവും അല്ല. ഈ പ്ലേസ് അവിടെ അല്ല. ഇവിടെ കാട്ടാനകള്, പുലി അടക്കമുള്ള പ്ലേസ് ആണെന്ന് കാട്ടാനകള് ഇല്ല. ഈ ട്രക്കിങ്ങിന് പോകുന്ന വന്യമൃഗങ്ങളെ ട്രക്കിങ്ങിന് പോകുന്ന ആ പാസേജ് എന്ന് പറയുന്നത്, അതായത് കൃത്യമായിട്ടുള്ള സ്ഥിരമായിട്ട് ട്രക്കിങ്ങിന് തന്നെ പോകുന്ന ഒരു കൃത്യമായ ഒരു മാപ്പും കൃത്യമായ ഒരു പ്ലേസുമാണ്. അത് സാധാരണ ഫിസിക്കലുള്ള ഒരു സാധാരണ ലേമന് പോയാൽ പോലും പോകാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു പ്ലേസാണ് അത്. അന്നേരം അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ അടുത്തറിയുക, സാധാരണ ജനങ്ങൾക്ക് പ്രകൃതിയെ അടുത്തറിയാനും ഇതിനെ മനസ്സിലാക്കാനും ഒക്കെ ഒരു സാധാരണ ഒരു അവസരം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അത് പോകുന്നത്. എത്ര അടിമുകളിലാണ്. അതെ, അന്നേരം ആ പ്ലേസ് വരുന്ന എന്തെല്ലാം തരത്തിലുള്ള ശരീര രോഗങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ ആരും മരിച്ചേട്ടൻ പറഞ്ഞിട്ടില്ല. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആരെയെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ട്രക്കിങ്ങിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അവനവന്റെ കപ്പാസിറ്റി അവനവൻ മനസ്സിലാക്കുക. അതായത് ഞാനിപ്പോൾ ട്രക്കിങ്ങിന് പോകാനുള്ള ഒരു ഫിസിക്കൽ കപ്പാസിറ്റിയോ മാനസികാവസ്ഥയോ ഉണ്ടോ എന്ന് അവനവൻ നിശ്ചയിക്കണം. പിന്നെ അറ്റ് വാട്ട് എക്സ്റ്റെന്റ് ഇതെന്ന് പറഞ്ഞാൽ അഗസ്ത്യാർകൂടം പോലെയുള്ള വളരെ ബേസ് ആയിട്ടുള്ള പ്ലേസുകൾ ചൂസ് ചെയ്യണോ, അതോ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹയർ ടെറൈന് ഉള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ലെവൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തം വാല്യൂറ്റ് ചെയ്യണം. ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന് എക്യുപ്ഡ് ആണോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, എനിക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ, സപ്പോസ് ഇൻ കേസ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്നെ വഴിതെറ്റി കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻ ബി എന്താണ് എന്നുള്ള സംവിധാനം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചുമ്മാ ഒരു രാവിലെ ലാപ്പ് എടുത്ത് തൂക്കി പോകുന്ന പോലെ ഈ പെൺകുട്ടി കാണിച്ചത് പക്വതയില്ലായ്മയാണ്. അങ്ങനെയൊന്നും അല്ല സുനിൽ. കാരണം പക്വതയില്ലായ്മയാണ്. പിന്നെ സുനിൽ ട്രക്ക് ചെയ്ത്
പരിചയമാണ്. ഞാൻ ട്രക്കിങ് പോയ ആളെയല്ല. അഗസ്ത്യാർ കൂടത്തിൽ എനിക്ക് പോകണം തോന്നുന്നു. ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനെ ചിന്തിച്ച് കിട്ടുന്ന ആളുണ്ട്, എനിക്ക് പോകണം തോന്നുന്നു, പോകുന്നു. ഒരു തെറ്റുമില്ല അവിടെ, ഒരു വഴിയും തെറ്റത്തില്ല, സ്വാഭാവികമായിട്ട് വഴി തെറ്റിപ്പോയി, വഴിയും തെറ്റത്തില്ല. കാരണം അവിടെ പോകുക എന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും മെറ്റിക്കുലസ് ആയിട്ട് പോകുന്ന ഒരു ടീമാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ ഫോർമേഷൻ ഉണ്ട്. ഒരു ടീമായിട്ട് പോകുന്നതിൻ്റെ സിംഗിൾ ലൈൻ ഫോർമേഷൻ ഉണ്ടാവാം, അങ്ങനെ പല പല ഫോർമേഷൻ ഉണ്ട് ഇങ്ങനെ പോകുന്നതിന്. കാരണം അന്നേരം അതുകൊണ്ട് തന്നെ നിറത്തോക്കുകളുമായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇൻ കേസ് ഒരു ഇഷ്യൂ വന്നാൽ ഏറ്റവും ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ കാടറിയാവുന്ന, കാടിനെ അറിയാവുന്ന, സ്മെല്ല് ചെയ്തതിനെ കാട്ടുമൃഗങ്ങളുടെ അനക്കം ഫീൽ ചെയ്യാൻ പറ്റാവുന്ന ആ കാനനവാസികളായിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് കാണും. രണ്ടാമത് ഫോറസ്റ്റ് ഗാർഡ് ലോഡഡ് ഗണ്ണുമായിട്ട് കാണും, ഇടയ്ക്ക് ആള് കാണും, ബാക്കിലും ഇതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫണ്ടമെന്റലി അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുകളില്ലായിരുന്നു, സംവിധാനങ്ങളില്ലായിരുന്നു എന്നാണ്. അതെ, ഒറ്റ ദിവസം ആയിക്കോട്ടെ, ഒരു മണിക്കൂർ ആയിക്കോട്ടെ, കാട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ അവിടെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അന്നേരം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ത്രെറ്റ് പെർസെപ്ഷൻ ഇല്ലാതെ ഒരു മനുഷ്യൻ പോലും കാട്ടിൽ കാലെടുത്ത് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ല, ശരണ്യമാരെ പോലെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചല്ലോ അവർ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുള്ളൂ. അവനവന് പറ്റാത്ത പരിപാടികൾക്ക് പോകരുത്. പറ്റിയാൽ ഇങ്ങനെ സംഭവിക്കും, അന്നേരം പറ്റിയാൽ ഇങ്ങനെ സംഭവിക്കുന്ന പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതുപോലുള്ള ശരണ്യമാരുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് കോടികൾ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയാൽ അത് ഇവരുടെ വീട്ടിൽ നിന്നും ഇവരുടെ അപ്പനും അമ്മയും കൊടുക്കാനുള്ള സംവിധാനം കൂടെ ഉള്ള ശരണ്യമാരെ ഈ പണിക്ക് ഇറങ്ങാവൂ. അങ്ങനെ ഇങ്ങനെ ഒരാൾ അവിടെ കുടുങ്ങിപ്പോയി, സർക്കാർ എന്ത് ചെയ്യണം? ഇപ്പൊ സർക്കാർ ഹരി ഫോർ എക്സാമ്പിൾ പൊതുഖജനാവിന് ഇത്ര രൂപ നഷ്ടമാവും, അതുകൊണ്ട് ശരണ്യെ രക്ഷിക്കേണ്ടതില്ല. ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടത്തിൽ ഹരി ഫോർ എക്സാമ്പിൾ താങ്കൾ ഇപ്പോൾ ഒരു സംസ്ഥാന ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് കരുതുക. സംസ്ഥാനത്തെ ജനങ്ങളുടെ എല്ലാം ജീവനും സ്വത്തിനും എല്ലാം പ്രൈമറി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് വെക്കുക. അന്നേരം ആ സംസ്ഥാനത്ത് ഈ ശരണ്യെ പോലുള്ള, ഞാൻ പറഞ്ഞ കംപ്ലീറ്റിന് ശേഷം മാത്രം പറയാം, അതായത് ഈ ശരണ്യെ പോലുള്ള ഒരു 10-20 ശരണ്യമാർ, താങ്കൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു, അഡ്വഞ്ചറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു, ട്രക്കിങ്ങിനെയും അഡ്വഞ്ചർ ടൂറിസവും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഇതുപോലുള്ള ഒരു 10-25 ശരണ്യമാർ ഒരു സുപ്രഭാതത്തിൽ ടെക്നോ പാർക്കിൽ നിന്ന് ഇവളുമാർ ഡിസൈഡ് ചെയ്യുന്നു, ഒരു വീക്കെൻഡിൽ നമുക്കൊരു ട്രക്കിങ്ങിന് പോകാം. അല്ല, യാതൊരു തെറ്റുമില്ല, ട്രക്കിങ്ങിന് പോകാതെ ഇവർ യാതൊരു പ്ലാനിങ്ങിനും ഇല്ലാതെ ഇവർക്ക് ഏതെങ്കിലും ഒരു ഹറൈ ടെറോണിൽ ചെന്ന് അവരോട് തെറ്റായ വിവരം പറയുന്നു. ഒന്ന്, ഞാൻ ഗ്രൂപ്പ് ട്രക്കിങ്ങിന് പോയിക്കോളാം, ഞാൻ നിയമം പാലിച്ച് പോയിക്കോളാം എന്നെല്ലാം പറഞ്ഞ് ട്രക്കിങ്ങിന് പോയ പെർമിഷൻ മേടിച്ചിട്ട് കാട്ടിലിറങ്ങാൻ നേരം യാതൊരു നിബന്ധനകളും പാലിക്കാതെ ഇവര് യാതൊരു കാരണവശാലും വെള്ള ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞു ഇവർ വൈറ്റ് ഡ്രസ്സ് ഇട്ടു, കൈയില്ലാത്ത ബനിയൻ ഡ്രസ്സ് ഇട്ടു, ശരണ്യെ പെട്ടുകൊണ്ട് നിൽക്കുന്നതാ. മറ്റേ സ്പ്രേ കാട്ടിലിറങ്ങുമ്പോൾ യാതൊരു പൗഡറോ പൂശാൻ പാടില്ല, സ്പ്രേയും ഇത് പൂശി. ഇപ്പോൾ ആ പെൺകുട്ടി വെള്ള ഡ്രസ്സാണ്, ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയുക, ഇങ്ങനെ ഇട്ടു, എന്നിട്ട് അവസാനം ഗ്രൂപ്പായിട്ട് പോയി തെക്ക് വനത്തിലെത്തിയപ്പോഴത്തേക്കും ഇവർക്കൊരു ചെറിയ തമാശ തോന്നി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ കാട്ടരുവി, നമുക്കൊരു പതുക്കെ നമ്മളൊരു പ്ലാൻ വെക്കുക, അവരവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഓടിപ്പോയി ആ അരുവിലൊന്ന് ചാടിയിട്ട് നമുക്കൊന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കും അല്ലല്ല സംഭവിക്കാമല്ലോ, അങ്ങനെ സംഭവിച്ചാണല്ലോ ഇത്. ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവരതിനകത്ത് കുടുങ്ങിപ്പോയി നോക്കുക, ഒരു പെൺകുട്ടി അതിനകത്ത് ഡ്രൗൺ ചെയ്ത് നോക്കുക, കാട്ടാനെ കൊണ്ടോട്ട് പേടിച്ചോടിയപ്പോഴത്തേക്കും വേറൊരു കുട്ടിക്ക് ഇതുപോലെ ആക്സിഡന്റ് സംഭവിച്ചു വെക്കുക, ഇങ്ങനെ കൂട്ടം തെറ്റിപ്പോയി. അല്ല, ഇത് ഇറ്റ് ഷുഡ് ഹാപ്പൻ. അതുകൊണ്ടാണ് പറയുന്നത് ആളുകൾക്ക് അവനൊരു പറ്റാവുന്ന മേഖലകളിലേ പോകാവൂ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനത്തോടെയേ പോകാവൂ. ഇങ്ങനെ പറയാൻ ഇപ്പോൾ അഗസ്ത്യാർ കൂടെ ഉദാഹരിച്ചത് കൊണ്ടാണ്. അല്ല, അവിടെ ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യം എത്രത്തോളം ഇവർ പ്രിപ്പയർഡ് ആയിട്ടല്ല പോയതെന്ന് ഹാരി പറഞ്ഞതിനകത്ത് തന്നെ പറഞ്ഞു. യാതൊരു സംശയവും യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെ കൈവീശി ഇറങ്ങിയിട്ട് ഇതുപോലെ ചെന്ന് അബദ്ധം പറ്റിച്ചെന്ന് വെച്ചാൽ ഇതുപോലൊരു 19 സ്ത്രീകൾ കിടന്ന് എല്ലാ ആഴ്ചയിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അതിനെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനും ഫോറസ്റ്റ് സംവിധാനത്തിനും നമ്മുടെ NDRF-നും ഒക്കെ ഇങ്ങനെയുള്ള കിളിപോയ പെണ്ണുങ്ങളുടെ പുറമെ പോകാനേ നമുക്ക് സമയം കാണത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് അങ്ങനെ ഒരു നിബന്ധനകൾ വേണം. നിങ്ങൾക്ക് അഡ്വഞ്ചർ ആകാം, പ്രൊവൈഡഡ് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്. അതിനാണ് സാമാന്യ ബോധം. അതായത് 36 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ മാനസിക നില തകരാറിലാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 വയസ്സുള്ള അവർക്ക് യാതൊരു പക്വതയുമില്ല. മാനസിക നില പരിശോധന എന്തെല്ലാം തീർച്ചയായിട്ടും അടിയന്തരമായി
ഇപ്പോൾ പരിശോധനകൾ ആവശ്യമാണ്. അല്ല, ഈ പെൺകുട്ടിയുടെ ഈ പ്രവർത്തനം കണ്ട് ഇവളുടെ ഈ പ്രതികരണവും കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അടിയന്തരമായി പ്രതികരണം കണ്ടിട്ട് എങ്ങനെ പറയാം? അല്ലല്ല, ആ പെൺകുട്ടി പ്രതികരണം കണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബേസിക് ഫാക്ടേഴ്സ് നമ്മൾ സ്വഭാവം എങ്ങനെയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവരതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇപ്പോൾ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അവളും അവളുടെ കുടുംബക്കാരും അത് ഏറ്റെടുക്കാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നിർവാഹമാകണം. 2, ഇങ്ങനെയുള്ള തോന്നിവാസം കാണിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാകുന്ന നഷ്ടമുണ്ടായാൽ അത് നൽകുവാൻ ഇവരുടെ കുടുംബം ബാധ്യസ്ഥരായിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആയില്ലെങ്കിൽ ഇതുപോലെ, അങ്ങനെ പോയില്ലെങ്കിൽ ഇതുപോലെ ശരണ്യന്മാർ 60 എണ്ണം നാളെ ഇറങ്ങും. ഞാനതിപ്പോ നാളെ മുങ്ങിച്ചാകാൻ പോകുമ്പോൾ എന്നെ രക്ഷിക്കുക ഒരാൾ, അല്ലെങ്കിൽ പോലീസ് വന്ന് രക്ഷിക്കുക, ഫയർഫോഴ്സ് വന്ന് രക്ഷിക്കുക, ഉടനെ എന്റെ കുടുംബത്തിൽ ഞാൻ അവർക്ക് നഷ്ടപരിഹാരം അങ്ങനെയുള്ള കാര്യം. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമ്മളിപ്പോൾ ഇത് ആക്സിഡന്റ് ആണല്ലോ. അല്ല, ഇത് തോട്ട് കെട്ടിപ്പിടിച്ച ഒരു സംഭവം. ഇവർ അവസാനം ഒരു ഓഫീസിലേക്ക് പോയപ്പോൾ സംഭവിച്ചതോ അതല്ലെങ്കിൽ അവർ ട്രക്കിങ് പ്രോപ്പറായിട്ട് കഴിഞ്ഞ് വരുമ്പോഴോ സംഭവിച്ചതല്ല. ഇത് ഇവരുടെ അർത്ഥശൂന്യമായ പ്രവൃത്തികൾ കൊണ്ടും ഓവർ എന്തൂസിയാസം കൊണ്ടും അതല്ലെങ്കിൽ വൈറലാകാനുള്ള വ്യഗ്രത കൊണ്ടോ ഒക്കെ സംഭവിച്ച കയ്യബദ്ധം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം അവിടെ 12 പോയ അവർക്ക് സംഭവിച്ചിട്ടില്ലല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പോസ്റ്റ്മോർട്ടം അനാലിസിസാണ്. നമ്മളിപ്പോൾ പോകുമ്പോൾ അവർ പോകുന്നതിന് മുമ്പ് ഒരു മുൻവിധിയോടുകൂടി നമ്മളതിനെ അനലൈസ് ചെയ്യുകയല്ല. അവർ പോയി, നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ അവർ പോയി, അവർ സക്സസ്ഫുൾ ആയിട്ട് വന്നിരുന്നെങ്കിൽ നമ്മളതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഈ 4 ദിവസം ഇവിടമാന സകല സംവിധാനങ്ങളെയും സർക്കാരിനെയും അന്യസംസ്ഥാനത്തുള്ള ആളുകളെയും സേനകളെയും വെള്ളം കുടിപ്പിച്ച് അവസാനം ഈ പറയുന്ന ആദിവാസികളുടെ സഹായത്താൽ പെണ്ണിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ശരണ ചിന്തിച്ചത്. ഞാൻ ഇത്രയും പേരെ വെള്ളം കുടിപ്പിക്കാം, ഇത്രയും പേരെ 4 ദിവസം അവർ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ ആ പെൺകുട്ടിക്ക് മാനസിക വളർച്ച എത്തിയിട്ടില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു. സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ അവൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു ഞാൻ പറയുന്നത്. ഏതായാലും അത്തരത്തിൽ തന്നെ നിൽക്കാം. കാരണം വെച്ചാൽ ഇത് ഈ ചർച്ച ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങ് പോകും. ഞാൻ ഒരു കാരണവശാലും ശരണ്യെ എതിർക്കുന്ന ആളല്ല. ശരണ്യ ചെയ്തത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ആ കുട്ടി അവൾ വഴിതെറ്റിപ്പോയി, അവരെ സർക്കാർ സംവിധാനം ഇവിടെ വിട്ട് രക്ഷിച്ചു. ഇതിലപ്പുറത്തേക്ക് എനിക്ക് കടന്നു ചിന്തിക്കാനാണ്. ഇപ്പൊ ഹാരി പറഞ്ഞതിന് സർട്ടൻ എക്സ്റ്റന്റ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ആ പെൺകുട്ടിയുടെ ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് അറിയാനുള്ള ആഗ്രഹം, അഡ്വഞ്ചർ എടുക്കാനുള്ള ആ പക്വത, അല്ലെങ്കിൽ ആ ആഗ്രഹം, എല്ലാത്തിനും നമ്മൾ ഇൻട്രസ്റ്റ് അവളെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റി പോകുന്നതിന് മുമ്പായിട്ട് കാൽക്കുലേറ്റഡ് റിസ്കേ എടുക്കാവൂ. അവരവന് പറ്റാവുന്ന രീതിയിൽ അവർ അസസ് ചെയ്യണം. അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ വേണം. അതല്ലെങ്കിൽ അതോറിറ്റി പറയുന്നതിനെ 100% അവർ അംഗീകരിക്കണം. അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ വരും. അത്തരം അബദ്ധങ്ങൾ ഉണ്ടായാൽ, അതിൻ്റെ സെറ്റ് ബാക്സ് ഉണ്ടായാൽ അവനവൻ കേപ്പബിൾ ആയിരിക്കണം അത് ഏറ്റെടുക്കുവാൻ, അവരുടെ കുടുംബവും. പിന്നെ ഇങ്ങനെയുള്ള കയ്യബദ്ധങ്ങൾ സംഭവിച്ച് ഇതുപോലുള്ള ആൻറ്റി സോഷ്യൽ പണികൾ കാണിച്ച് സർക്കാരിനും സമൂഹത്തിനും ബാധ്യതയുണ്ടായാൽ അതിൻ്റെ നഷ്ടപരിഹാരം മസ്റ്റായിട്ടും ഇവരുടെ കുടുംബത്തിൽ നിന്നോ ഇവരിൽ നിന്നോ റിക്കവർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുകയെങ്കിൽ ഇനിയും ശരണ്യന്മാർ ഇതുപോലെ ഇറങ്ങും. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.